മഴയത്ത് ആമ്പൽപ്പാടത്തോടെ അറിയാം കേട്ടോ. അത് ശരിക്കും മഴ ആസ്വദിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര. ഒരുപാട് പേര് ഇവിടെ വള്ളങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് മഴയത്ത് കുടയൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തില്ല. ശരിക്കും മഴ ഇത്രയധികം ആസ്വദിച്ച വേറൊരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. നിറച്ച മാമ്പൽപ്പാടത്തിൻ്റെ നടുക്കിങ്ങനെ മഴയെ കുളിച്ച് നിൽക്കാനുണ്ടല്ലോ, എന്ത് സുഖമായിരുന്നെന്നറിയോ. അത് ശരിക്കും പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. മലരിക്കൽ ആമ്പൽപ്പാടം, അതായത് കുളവും പാടവും ഒരുമിച്ച് പൂക്കളാൽ ചുവന്ന് നിൽക്കുന്ന ഒരു വിസ്മയം. അതെ, പക്ഷെ ഇത് മുഴുവനായിട്ട് ലയിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് മനസ്സിൽ നിറയ്ക്കാനുണ്ടല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാ, മലരിക്കൽ സന്ദർശിക്കാൻ പോകുന്നവർ ഉറപ്പായും ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1, ഇവിടെ പൂക്കൾ കാണാനായി പോവേണ്ട ശരിയായ സമയം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണെന്നറിയാമോ? രാവിലെ 6 മുതൽ ഒരു 9 മണി വരെയാണ് ഇവിടെ ശരിയായ പൂക്കളെ നിങ്ങൾക്ക് കാണാനാവുക. എന്ന് വെച്ച് അത് കഴിഞ്ഞ് പോകുന്നവർക്ക് കാണാൻ പറ്റില്ല എന്നല്ല കേട്ടോ. പക്ഷെ ഫുൾ ബ്ലൂമിൽ നിൽക്കുന്ന പൂക്കളെ നല്ല രസമായിട്ട് അതിൻ്റെ ഫുൾ സൗന്ദര്യത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ 6 മുതൽ 9 വരെയുള്ള സമയത്തിനിടയ്ക്ക് പോകണമെന്നുള്ളതാണ്. ആമ്പൽപ്പൂക്കൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് വിരിയുക. അപ്പോൾ സൂര്യൻ ഉയർന്നു കഴിയുമ്പോൾ പൂക്കൾ മിഴിയടയ്ക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ രാവിലെ തന്നെ പോവുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇത് കായലല്ല. ഒരുപാട് പേര് ഇതൊരു ചെറു കായലാണെന്ന് വിചാരിച്ച് പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് പാടമാണ്. അതെ, കൃഷി ചെയ്യുന്ന ഒരു പാടമാണിത്. ആ പാടത്തിലാണ് കൃഷി ഇറക്കി കഴിയുമ്പോൾ, അതായത് നമ്മുടെ വിളവൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവിടെ വെള്ളം കയറും. മഴക്കാലമാകുമ്പോൾ അവിടെ വെള്ളം കയറും. വെള്ളം കയറുന്ന സമയത്താണ് ഈ എന്താ പറയുക, ആമ്പലിൻ്റെ വിത്തുകൾ തന്നെ പൊട്ടിമുളച്ചാണ് ഇത്രത്തോളം പൂക്കൾ ഇവിടെ ഉണ്ടാവുന്നത്. ഞാനിവിടെ കണ്ടതിൽ കൂടുതലും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. എല്ലാവരും ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ശരിക്കും മൊബൈൽ ക്യാമറകളിലും അല്ലാത്ത ക്യാമറകളിലും ഒക്കെ എല്ലാവരും ഇവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയാമോ? 3ാമത്തെ കാര്യമാണ്. എന്താണെന്നറിയാമോ? ക്യാമറ കൊണ്ടുവന്നോളൂ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ നിങ്ങളിത് കണ്ടോളൂ. പക്ഷേ ഒരു 10% മാത്രമേ ക്യാമറയിലൂടെ നിങ്ങൾ കാണേണ്ടതുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവസാനത്തിൽ നമ്മൾ മനസ്സിൽ പകർത്തിയ കാഴ്ചയാണ് എപ്പോഴും ഉണ്ടാവുക. കാര്യം ക്യാമറയിലൂടെ നോക്കേണ്ട സ്ഥലങ്ങളല്ല ഇവിടെ. നമ്മുടെ മനസ്സിൽ തൊട്ടെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെയുണ്ട്. കാറ്റ് വീശുമ്പോഴുണ്ടല്ലോ പൂക്കൾ ഇങ്ങനെ ആടുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ആ നിഴലിൽ ആ വെള്ളത്തിൽ കിട്ടുന്നത്, അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മളൊരു ഫീൽ ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതൊന്നും തന്നെ നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു കാഴ്ചകളും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ ഒരിക്കലും നമുക്ക് ക്യാമറയിൽ പകർത്തിയെടുക്കാൻ പറ്റില്ല. അത്ര മനോഹരമാണ് ഇവിടുത്തെ സ്ഥലം. ഇനി 4ാമത്തെ കാര്യം എന്താണെന്ന് പറയട്ടെ. ഗൂഗിൾ മാപ്പ് നോക്കി പോകരുത്. ഗൂഗിൾ മാപ്പ് നിങ്ങളെ ശരിക്കും ചുറ്റിക്കും. ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ എന്തായാലും ഇവിടെ ഒരു സാബോണ്ണനുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സാബോണ്ണനാണ്. അപ്പോൾ സാബോണ്ണൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം, വിളിച്ച് ചോദിച്ചതിന് ശേഷം പോവാം. കാര്യം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് അതിൻ്റെ എന്താ പറയുക, ഈ ആമ്പൽപ്പാടം എന്ന് വെച്ചാൽ ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ശരിക്കും ഏതെങ്കിലും ഒരു വശം കാണുമ്പോൾ അവിടെ കുറച്ച് ആമ്പൽപ്പൂക്കളെ കാണുള്ളൂ. അവിടെ ചെന്നിട്ട് ഇതാണ് മലരിക്കൽ പൂപ്പാടം. ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ വന്നിട്ട് പറയുക, ആമ്പൽപ്പാടം ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആമ്പലൊന്നും കാണുന്നില്ലല്ലോ, അങ്ങ് ഓരോ ആമ്പലുകൾ മാത്രം. അത് ഈ പാടത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് പറയുന്നതാവും. അങ്ങനെയല്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ്ണെത്താ ദൂരത്തോളം ആമ്പൽപ്പൂക്കളാണ്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ സഹായം തന്നെ കൂടിയേ തീരുള്ളൂ. ഇവിടെ വള്ളങ്ങളുണ്ട്, അവരതിൽ കയറ്റി ഉള്ളിലോട്ട് കൊണ്ടുപോയി കാണിക്കും. ദേ എൻ്റെ പിന്നിൽ അങ്ങ് നോക്കത്താ ദൂരത്തോളം കാണുന്ന കണ്ടില്ലേ, അതെല്ലാം ആമ്പൽപ്പൂക്കളാണ്. ആ സ്ഥലം വരെ ഇവരിവിടുന്ന് നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോയി കാണിക്കും. ശരിക്കും ഈ വെള്ളത്തിന് നടുക്കായിട്ടൊരു അമ്പലമുണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. അങ്ങനെ ഈ വള്ളത്തിൽ പോയി അങ്ങ് വരെ നമുക്ക് പോയി കാണാം കേട്ടോ. നോക്കിയേ, എന്തോരം ഏക്കറുകളാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ എന്തായിരുന്നാലും സാബോണൻ്റെ നമ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴായിരുന്നാലും വിളിച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് പോവാം കേട്ടോ.
നമ്മുടെ സാബോണനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാബോണൻ തന്നെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം കേട്ടോ. കോട്ടയത്ത് നിന്ന് 10 കിലോമീറ്റർ മലരിക്കൽ കാഞ്ഞിരം ജെട്ടിയിൽ നിന്ന് 1200 മീറ്റർ വന്നാൽ ഗുരുക്ഷേത്രം, തിരുവായിക്കാരി പാടം, അതിൻ്റെ വെല്ലുവീട് അമ്പലത്തിൻ്റെ ചുറ്റിന് നമുക്കൊരു 650 ഏക്കറിനകത്ത് പോവാണ്. വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. രാവിലെ 5:30 തൊട്ട് വള്ളമുണ്ട്, വരുന്നവർക്കെല്ലാം കാണാം. 10 മണിയാകുമ്പോൾ 10:30 ആകുമ്പോൾ ഇത് കൂമ്പി പോവും. എല്ലാ ദിവസവും അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ ടൈമിൽ ആൾക്കാർ വരുന്നുണ്ട്, കാണുന്നുണ്ട്. കിട്ടല്ലോ. അപ്പോൾ വരേണ്ട സ്ഥലവും വഴിയും ഒക്കെ കൃത്യമായിട്ട് കിട്ടിയില്ലേ? ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മലരിക്കൽ പോകുന്നൊരു റൂട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന തിരക്കുന്നൊരു റൂട്ടാണത്. നമ്മുടെ കോട്ടയം ടൗണിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിക്കുഴി, നാഗമ്പടം ഭാഗം അവിടേക്കാണ് പോകേണ്ടത്. ഏതാണ്ട് കുമരകം റോഡ് വഴിയായിട്ട് മുന്നോട്ട് പോകണം. ശരിക്കും കളക്ട്രേറ്റ് വഴി പരുപ്പു ജംഗ്ഷൻ വരെ അങ്ങനെ പോകണം. പരുപ്പ് ജംഗ്ഷനിൽ നിന്നുണ്ടല്ലോ ഇടത്തേക്ക് തിരിയണം. അവിടെ മലരിക്കൽ ഭാഗമാണ് വരുന്നത്. ആ മലരിക്കൽ കടവ് റോഡിലൂടെ യാത്ര തുടർന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഒരു ചുരുങ്ങിയ ദൂരത്തിന് ശേഷം ആമ്പൽപ്പാടം ഇങ്ങനെ കണ്ടു തുടങ്ങും. അപ്പോൾ ആദ്യം കാണുന്ന ആമ്പൽപ്പാടത്തൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ അവിടെ എങ്ങും നിങ്ങൾ ഇറങ്ങരുത് കേട്ടോ. അതൊന്നുമല്ല യഥാർത്ഥ വസന്തം. യഥാർത്ഥ വസന്തത്തിൻ്റെ കുറേ കൂടെ ഉള്ളിലോട്ട് പോകണം. അതെ, അങ്ങ് എൻഡിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കടവൊക്കെ ഉണ്ട്. അവിടെ എന്താ പറയുക, ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, വള്ളങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോ അകത്തോട്ട് യാത്ര തുടരാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഓടിപ്പോയി കാഴ്ചകൾ കണ്ട് ഓടി വരാനായിട്ട് പോകരുത്. ശരിക്കും ഇത് ആസ്വദിക്കാനായിട്ട് മാത്രം പോവുക. ശരിക്കും എന്താ പറയുക, പൂക്കളുടെ ഒരു ആട്ടം, അവിടുത്തെ ആ ഒരു ചെറിയ കാറ്റ്, കിളികളുടെ ശബ്ദം, എന്താ പറയുക, ഇതൊക്കെ ശരിക്കും ഒന്ന് ആസ്വദിക്കണം. കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്നാൽ മാത്രമേ ആ പ്രകൃതി ഇങ്ങനെ മാറി 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 വരുന്നത് കാണാൻ പറ്റൂ. വെയിലും മഴയും ഇങ്ങനെ മാറി 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 വരുന്നതും അവിടെ ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നതും ആ വള്ളത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഓടി വരാനായിട്ട് റെഡി ആയി പോകരുത്. കുറച്ചൊരു സമയം വെയിറ്റ് ചെയ്ത് കുറച്ച് കാഴ്ചകളൊക്കെ റിലാക്സ് ചെയ്ത് കണ്ട് കുറച്ച് ആസ്വദിച്ച് വരാൻ വേണ്ടിയിട്ട് മനസ്സുറപ്പിച്ച് വേണം പോകാൻ. അതായത് രാവിലെ 6 മണിക്ക് നിങ്ങൾ വള്ളത്തിലൊക്കെ കയറിയാൽ ഒരു 8-9 മണിയായിട്ടേ തിരിച്ചു വരൂ എന്ന് ഉറപ്പിച്ച് അത്രയും സമയമൊക്കെ എടുത്ത് വേണം നിങ്ങൾ ഈ കായലിലേക്ക് ഇറങ്ങാൻ. എങ്കിൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അടുത്തായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? പ്ലാസ്റ്റിക് കൊണ്ടുപോകരുത്. അതെ, പ്ലാസ്റ്റിക് കലർന്ന ഒരു വസ്തുക്കളും കുപ്പിവെള്ളം പോലും നമ്മൾ കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അത്രയും മനോഹരമാണ് ഈ പാടം. ഇവിടെ പലയിടത്തും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുപോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആമ്പൽപ്പാടത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇതൊരു സിമ്പിൾ ട്രിപ്പല്ല, നമ്മുടെ മനസ്സിനുള്ള ഇമോഷണൽ റീചാർജ് ആണെന്ന് പറയാം. അതെ, അതിനാൽ തന്നെ ഒറ്റയടിക്ക് പോയി ഒറ്റയടിക്ക് വരാമെന്ന് വിചാരിച്ച് പോവാതെ വളരെ റിലാക്സ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി പോകാൻ ശ്രമിക്കൂ. അപ്പോൾ എനിക്കിത് വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിന് വലിയൊരു റീചാർജ് ആയിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. എന്തായാലും എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് ഇഷ്ടമാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോവുക. ഈ അപൂർവ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിന് ശരിക്കും കുളിരണിയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ.